ഈ കാരിക്കറിയാണ് കേട്ടോ, കാരിക്കറി. ആ വെട്ടിത്തിളയ്ക്കുന്ന കാരിക്കറിയാണ്. ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഓക്കെ ഓക്കെ ഓക്കെ. ആ ശരി. ഹലോ ഗൈസ്, ഇന്നൊരു സൺഡേ ആണ്. നമ്മൾ ഭയങ്കര മഴയാണ്. അതുകൊണ്ട് നമ്മുടെ രാവിലത്തുള്ള ക്രിക്കറ്റ് കളിയോ പിന്നീടുള്ള ബാഡ്മിന്റനോ ഒന്നും നടന്നില്ല. സോ നമ്മള് ഇന്നൊരു ഔട്ടിങ് പോവാണ്. സാധാരണ ഒരു റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കാനാണ് കരുതിയത്. എന്തായാലും അത് സാധാരണ നമ്മൾ ചില്ലി ചിക്കനും ബിരിയാണിയൊക്കെ അതിനോട് നമുക്ക് താല്പര്യമില്ല. അവിടെ നേരെ നമ്മളൊരു ഷാപ്പിലേക്ക് പോവാണ്. അത് ഏത് ഷാപ്പാണെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല. ഞങ്ങൾ നേരെ കിഴക്കോട്ട് വെച്ച് പിടിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഷാപ്പിൽ കയറിയിട്ട് അവിടുത്തെ ഫുഡ് കഴിക്കും. പിന്നെ കള്ള് കഴിക്കാൻ താല്പര്യം കള്ള് കഴിക്കാം. ഞങ്ങൾ എന്തായാലും കള്ള് കഴിക്കില്ല, പക്ഷെ നമ്മുടെ കൂടെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവർ എൻജോയ് ചെയ്തിട്ട് നമുക്ക് ആ ഷാപ്പിലെ ഫുഡ് എന്താണെന്ന് നോക്കാം. സ്റ്റേ വിത്ത് മീ. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals, they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two. Our hearts beat to the city streets. കിളിക്കോട് ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് അവരുടെ കിച്ചൺ ഏരിയ ആണ്. നമ്മളിപ്പോൾ കാണുന്നത് കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് വിളമ്പി വെച്ചേക്കുന്ന കറികളാണ്. ഇപ്പോൾ കാണുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. പിന്നീട് അപ്പുറത്ത് കാരി വറുത്തതുണ്ട്. ഈ വയ്ക്കുന്നത് ഈ വാഴയിലുള്ളത് കരിമീൻ പൊള്ളിച്ചതാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഈ റെസ്റ്റോറൻറ്റിൽ. ഞാൻ നേരെ പോയത് അവരുടെ കിച്ചൺ ഏരിയയിലേക്കാണ്. തിരക്കുള്ളത് കൊണ്ട് തന്നെ അധികം നേരം എനിക്ക് അവിടെ ചിലവഴിക്കാൻ പറ്റില്ല. പെട്ടെന്ന് അവിടുത്തെ വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് മാറിക്കൊടുക്കേണ്ടി വന്നു. ഇതെന്ത് ബീഫാണോ? So loud as the hours pass, we're gonna do it all again. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop. ഈ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം വലിയ റെസ്റ്റോറൻ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ചേട്ടൻ കയറി പോകുന്നത് AC റൂമിലേക്കാണ്. ഇപ്പോൾ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തണുത്ത ക്ലൈമറ്റാണ് ഇവിടെ നിലനിൽക്കുന്നത്. AC റൂമിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു നോൺ AC റൂമാണ് പ്രിഫർ ചെയ്തത്. ഒരു 3 അപ്പം ആയിട്ടാ നിങ്ങളിവിടെ ഇങ്ങനെ തപ്പും. ഞങ്ങളവിടെ മറ്റേ ഇവിടെ പറഞ്ഞു അറിയാൻ ചോദിച്ചു പറയുമ്പോൾ മാറി ബാക്കിയെല്ലാം ഒന്നിച്ചു ഞാൻ വെള്ളം പെട്ടെന്ന് വള്ളത്തിപ്പൈ കേട്ടോ, വള്ളത്തിപ്പൈ നമ്മൾക്ക് ചോദിക്കും ചോദിക്കണേ
ഇതാണ് കേട്ട കൂജക്കള്ള്. ഭയങ്കര കഴിയാണ്. Summer sky, it was the best we ever had. And we'll stay on. ലൈവ് നേരത്തെ വെച്ചിട്ട് ഇതിന്റെ അട്ടക്കം ഇതിങ്ങനെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വള്ളത്തിൽ എടുത്താണ് കേട്ടോ. നോക്കിയിട്ടാണ് നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടല്ലോ. എന്റെ പൊന്നോ ഈ പ്രാന്തൻ. ഫ്രൈ ഈ കാരിക്കറിയാണ് കേട്ടോ, കാരിക്കറി. വെട്ടിത്തിളയ്ക്കുന്ന കാരിക്കറിയാണ്. നമുക്ക് ഇപ്പോഴും തിളച്ചോണ്ടിരിക്കുകയാണ്. എന്തോ ഓക്കെ ഓക്കെ ഓക്കെ. ആ ശരി നമുക്ക് കാരിക്കറി വെട്ടിത്തിളയ്ക്കുന്ന നമുക്ക് ഇപ്പോഴും അതിൻ്റെ ചൂട് മാറിയിട്ടില്ല. യെസ് യെസ് യെസ്. കുറച്ച് കാരിക്കറി കാരിക്കറി എടുത്തിട്ട് നല്ല എരിവുണ്ട്. അത് നല്ല എരിവുള്ള കറിയായിരുന്നു. ഷാപ്പിലെ കറി എന്നൊക്കെ പറയുമ്പോൾ കറിക്ക് എരിവുണ്ടാവും. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ പോലെ ഇത് അതോരോ കച്ചവടം എന്താണ് അത് കൂടുതൽ കള്ള് കുടിക്കുക ആൾക്കാർ. നമ്മൾ ഇതൊരു ഫാമിലി റെസ്റ്റോറൻ്റാണ്. ഇത് കള്ള് കുടിക്കാൻ മാത്രമുള്ള സ്ഥലമല്ല. ഇവിടെ എല്ലാവരും വരും, കുടുംബമടക്കം എല്ലാവരും വരും, സ്ത്രീകളും കുട്ടികളൊക്കെ എല്ലാവരും വന്നിട്ട് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. കള്ള് കുടിക്കുന്നവർക്ക് കള്ള് കുടിക്കാം, അത് കുഴപ്പമില്ല. AC റെസ്റ്റോറൻ്റാണ്. ഇപ്പോൾ ഇവിടെ മഴ പെയ്യുകയാണ്, നല്ല മഴയുണ്ട്, അത്രയും തണുപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ AC റൂമിൽ കയറിയിട്ടില്ല, ഇവിടെ തന്നെ ഇരുന്നത് നല്ല ആംബിയൻസാണ്. ഗൈസ് മുടിഞ്ഞ എരിവാണ്, ഒരു രക്ഷയില്ല. മുളകിലെടുത്താണ്. ഇതും പറഞ്ഞ പോലെയൊന്നുമല്ല. ഇത് ഞങ്ങളൊക്കെ കഴിക്കുന്ന പോലെ ഇങ്ങനെ ഒരു ഫുള്ളായിട്ടുള്ള സാധനം എടുത്ത് എനിക്കൊരു ബീഫ് ഇങ്ങനെ അച്ചു കൊടുക്കണം. അതിനുശേഷം ഇങ്ങനെ ഇത്തിരി ചാറ് അതിനകത്ത് പീസ് വീണ് പോയി. ശേഷം ഇങ്ങനെ എന്നിട്ട് 2 വള്ളത്തി ഇട്ട് സലാഡ്, ഇത്തിരി പോർക്ക്, അത്രയൊക്കെ മതി. ആക്രാന്തം പാടില്ല, പതുക്കെ കഴിച്ചാൽ മതി. ഇത് ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ പുറകുവശമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ രുചികരമായ ഭക്ഷണം മാത്രമല്ല, ഈ നെൽപ്പാടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കിളിക്കൂട് കള്ള് ഷാപ്പിനോട് ഇവിടെ പറയുകയാണ്. ഇനി നേരെ മലരിക്കൽ വ്യൂ പോയിന്റിലുള്ള ആമ്പലുകൾ കാണാൻ പോവാണ്. ഇവിടുന്ന് ഒരു 10-13 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ആ ആമ്പലിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ യാത്ര ഇവിടെ അവസാനം.
ചുമ്മാ കള്ള് ഷാപ്പിൽ പോയി ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയ നമ്മളാണ്. ലഞ്ച് കഴിച്ചപ്പോൾ പ്ലാൻ മാറി. ഞങ്ങൾ നേരെ ഇപ്പോൾ പോകുന്നത് ഇലവിഴ പൂഞ്ചിറയിലേക്കാണ്. ഇപ്പൊ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആണെന്ന് പറയുന്നത് കേട്ട് ജസ്റ്റ് ചെറിയ റെയിനൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ നന്നായിട്ടൊന്ന് റെയിനൊക്കെ മാറി നല്ല ക്ലൈമറ്റ് ആണ് ചെയ്യുക. ഈ മേളിൽ ചിലപ്പോൾ കോടയൊക്കെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കോട ഉണ്ടെങ്കിൽ അടിപൊളി. ഒട്ടും പ്ലാൻ ചെയ്തിട്ടുള്ള ട്രിപ്പല്ല, ചുമ്മാ ഇറങ്ങി പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇലവിഴ പൂഞ്ചിറയ്ക്ക് പോകണം. ഇലവിഴ പൂഞ്ചിറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാം, റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. ഷൂട്ട് ചെയ്യാൻ പറ്റും, നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിക്കും. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals.